ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നായക്കുട്ടന്മാരെയൊക്കെ കാണതാ കണ്ട അമ്മേനെ അതിനുള്ള അടച്ചിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ മക്കളെന്തൊക്കെയോ പറയണം അവരുടെ അടുത്ത്. പുറത്തേക്ക് വരാനാണെന്ന് തോന്നുന്നു കേട്ടോ. ചോറ് കഴിക്കാനാണ് തോന്നുന്നത്. അമ്മ എന്താണെന്നറിയില്ല, ചോറ് കൊടുത്തിട്ട് കഴിച്ചിട്ടില്ല. മക്കൾക്കൊക്കെ അമ്മയോട് നല്ല സ്നേഹം ഉണ്ടെന്ന് തോന്നണം കേട്ടോ. അടുപ്പത്ത് കുറച്ച് അരി അടുപ്പത്തിലിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെയിലൊക്കെ കാണാനുണ്ട്, ഒരു സന്തോഷം. എന്നാലും മഴ അങ്ങനെ പോയാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. മഴയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. തീരം വെയിലൊക്കെ വരുമ്പോഴേക്കും മല കണ്ടോ, അത് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടുത്ത മല. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം. ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, 2-3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു ക്യാരറ്റ്, കുറച്ച് കറിവേപ്പില, തക്കാളി, 2-3 ബീൻസ്. ഒരു മുറി തേങ്ങ ഞെരവിയിട്ടുണ്ട്. പാലെടുക്കാൻ ജാറിലിട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇതിൻ്റെ തേങ്ങാപ്പാലും തേങ്ങാപ്പേരും രണ്ടും എടുക്കുന്നുണ്ട്. ഒരു കട്ട ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. ഒന്നര കപ്പ് വെള്ളം എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് 1.5 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന് പൊടി അളന്ന ഇതാണ് കേട്ടോ, അതിൽ തന്നെ എടുത്തു വെള്ളം. 1/2 കപ്പ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ചക്ക വെള്ളം ഇട്ട് വേവിച്ച് വെച്ചതാണ്. ശർക്കര അതിന് കുറച്ചെടുത്തിട്ട് ഈ ജാറിൽ ആ തേങ്ങൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അങ്ങനെ മുഴുവനായിട്ടുള്ളത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ തേങ്ങാപ്പിരി ചേർക്കണമെന്നില്ല. തിളച്ചു, നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം. തിള വരുന്നേ ഉള്ളൂ. അതിന് നമ്മൾ അരിപ്പൊടി ഇതിൽ കൊട്ടിക്കൊടുക്കാം. കുറേശ്ശെ കൊട്ടി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ഇത് ഉണ്ടാവണം, ഈർപ്പുണ്ടാവണം, നല്ലതാട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ മൂടി വയ്ക്കാൻ മതിയാവും. ഓഫ് ചെയ്തു. കുറച്ച് മാവെടുത്ത് ഞാൻ കുഴച്ചിട്ടുണ്ട്. നന്നായി കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് കയ്യിലോട്ടുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കാം. എന്നിട്ട് ബോളാക്കാം കേട്ടോ. കുറച്ച് ക്ഷമയോടെ വേണം ചെയ്യാൻ കേട്ടോ.
അങ്ങനെ എല്ലാം ബോളുകളാക്കി എടുത്തു കേട്ടോ. ഒരു ഇഡ്ഡലി ചട്ടി എടുത്തു. നമുക്കിത് വേവാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. മൂടി വെച്ച് കൊടുത്തു. മഴയില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മഴ ഓടിയെത്തി. കണ്ടോ, മലയിലൊക്കെ മഴയുണ്ട് കേട്ടോ. അടുപ്പിൽ വെച്ച ആ ബോൾസൊക്കെ വെന്ത് കിട്ടിയിട്ടോ. അതാ കുറച്ച് നേരം വെച്ചാൽ മതിയാവും. മഴ വന്നിട്ട് കയറി നിൽക്കുകയാണ്. എന്താട്ടോ, ഇനി ഇതൊന്ന് ആറണം കേട്ടോ, എങ്കിലാണ് ഇത് എടുക്കാൻ പറ്റിയത് കറക്റ്റായിട്ട്. നടക്ക്, എന്ത് ബാഗ് എടുത്ത് നടക്കാൻ വയ്യേ. അംഗൻവാടി വിട്ട് വരുന്ന സമയം കാടിൻ്റെ ഉള്ളിലൊക്കെ 3:30 മണി ആയിട്ടുള്ളൂ. പക്ഷെ കാട് നോക്കാം, അങ്ങനെ ഭയങ്കര ഇരുട്ട്. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതാ സവാള ഇഞ്ചി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ഞാനൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ബീൻസ്, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ ക്യാരറ്റ്, തക്കാളി, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതാ നമ്മുടെ ഈ ബോൾസൊക്കെ ഇതിലിട്ട് കൊടുക്കാം. ഇതാ അതിലേക്ക് അങ്ങോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതായിട്ടത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. എരിവും മധുരവും ഒക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ കൂടി നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഒരു നേരിയ പുളിയും ഒക്കെ കൂടിയിട്ട്